വരുന്നു മോളെ. നീ വെളിച്ചെണ്ണ തേച്ചിട്ട് കുറച്ച് നേരമല്ലേ ആയുള്ളൂ. ഓ, ഒരു ചെമ്പരത്തി താളി ഉണ്ടാക്കുകയാണ് ഞാൻ. പൊതുവേ കുട്ടികൾക്ക് എണ്ണ തേക്കുന്നതും ഇഷ്ടമല്ല, താളി ഉപയോഗിക്കുന്നതും ഇഷ്ടമല്ല. മോളുടെ മുടിയെല്ലാം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഷാമ്പു മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പം ഞാൻ ഓർത്തു ചെമ്പരത്തി താളി കൊണ്ടൊന്ന് കുളിപ്പിച്ചാലോ എന്ന്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ ചെമ്പരത്തി. ഈ ചെമ്പരത്തിയുടെ ഇലകളും അതുപോലെ കുറച്ച് ചെമ്പരത്തി പൂവും ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് കല്ലിലിട്ട് ഉരയ്ക്കുക. ഇപ്പോൾ നമ്മളെ വീട്ടിൽ കല്ലില്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചാലും മതി. ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായി അരച്ച് നല്ലൊരു അരിപ്പെടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു താളി കൊണ്ട് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. മുടിക്ക് നല്ല ആരോഗ്യവും നന്നായിട്ട് വളരുകയും ചെയ്യും. ഈ ചെമ്പരത്തി താളി മാത്രമല്ല കേട്ടോ, നാടൻ താളികൾ ഒരുപാട് നമ്മുടെ പറമ്പുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാഞ്ഞിട്ടാണ്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടി എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദ വിധിപ്രകാരം എല്ലാ കൂട്ടുകളിലും ഉള്ളതാണ്. കുറുന്തോട്ടിക്കും വാദം വരിക എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയില്ലേ, അത്രയും ഒരു ഭയങ്കര ഔഷധ ഗുണമുള്ള ചെടിയാണ് കുറുന്തോട്ടി. കുറുന്തോട്ടി സമൂലം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാറ് താളിയായിട്ട് ഉപയോഗിക്കാൻ വളരെ അടിപൊളിയാണ് ഈ കുറുന്തോട്ടി. പിന്നെ അതുപോലെ മറ്റൊരു താളി എന്ന് പറയുന്നത് പാടത്താളിയാണ്. പാടത്താളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറമ്പിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ചുമ്മാ വളരുന്നൊരു താളിയാണ്. അപ്പോൾ അത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ തന്നെ ആ പാടത്താളി ഇങ്ങനെ വരും. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ കേക്ക് പോലെ കട്ടിയാവുകയും ചെയ്യും. അങ്ങനത്തെയാണ് ഈ പാടത്താളി. പിന്നെയുള്ള ഒരു താളി എന്ന് പറയുന്നത് വെള്ളിലം താളിയാണ്. വെള്ളിലം താളി കാടായിട്ട് നമ്മുടെ റോഡുകളിലും ഒക്കെ കാണാം നിങ്ങൾക്ക്. വെള്ളിലം താളിയെക്കുറിച്ചൊരു കടങ്കഥയുണ്ട്. അമ്മ കറമ്പി മോള് വിളമ്പി മോളുടെ മോളൊരു സുന്ദരിക്കോത എന്ന് വെച്ചാൽ അമ്മയുടെ കളർ എന്ന് പറഞ്ഞാൽ ആ ഇലയ്ക്ക് ഒരു പച്ചനിറമാണ്. പിന്നെ അതിൻ്റെ മകൾ എന്ന് പറയുന്നത് വെളുത്തൊരു ഇലയാണ്. പിന്നീട് ഉണ്ടാകുന്നൊരു ചുമന്ന പൂവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും താളി അടിപൊളിയാണ്. വെള്ളിലം താളി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ കൂട്ടുതാളിയായിട്ട് നമ്മൾ ഉപയോഗിക്കും. ചെമ്പരത്തിയും മറ്റ് നമ്മളെ തുളസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടും നമ്മൾ കൂട്ടുതാളിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് താളിയുടെ വിശേഷം. അവൾ കുളിച്ചു തുടങ്ങി, ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ശരി, ബായ്.